ഞാൻ ഒരാളെ ഉദ്ദേശിച്ചായിരുന്നു ഇത് വാങ്ങിയത്, ഈ മല്ലിയിലയൊക്കെ. അപ്പം എന്തായാലും ആ ഉദ്ദേശിച്ച ആൾ കൂടുതൽ കഴിക്കുന്നില്ല, പക്ഷേ ബാക്കി രണ്ടുപേരും നല്ലപോലെ കഴിക്കുന്നുണ്ട്. ഒന്ന് ഈ മുയലും, പിന്നെ രണ്ടാമത്തത് ഹാംസ്റ്ററും. ഇവന്മാർ രണ്ടുപേരും എന്തായാലും ഒരു വെറൈറ്റി പോലെ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ഇവന്മാർക്ക് തീറ്റ കൊടുക്കാൻ ഒരു ഗപ്പിയാണ് പിടിച്ചിട്ടത്. അപ്പോൾ ഗപ്പിയെ പിടിച്ചിട്ടപ്പോൾ മറ്റേ കളറില്ലാതെ ഹൈബ്രിഡ് ഒന്നുമില്ല, നോർമൽ ഗപ്പിയാണ് കൊടുത്തത്. അപ്പോൾ ഇവനിത് കാണാൻ ഭയങ്കര പാടാണ്. ഇതുപോലുള്ള ഗപ്പി, കളറില്ലാത്ത ഗപ്പിയൊക്കെ ഇട്ട് കൊടുത്താൽ ഇവന്മാർ കാണത്തില്ല. മറ്റേവന്മാരാണെങ്കിൽ എവിടെയെങ്കിലും പോയി പാത്തിക്കും. അതുകൊണ്ട് അതിപ്പം എൻ്റെ അങ്ങേ മൂലയ്ക്കൊക്കെ പോയി നിൽപ്പുണ്ട്. ഇവൻ ഈ വലയിടുന്നതും ഒക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ആ മീനെ ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഹൈബ്രിഡ് ഗപ്പി എന്തോത്തിനെ വെറുതെ കളയുന്നതെന്നൊക്കെ. പക്ഷേ ഹൈബ്രിഡ് ഗപ്പി ആണെങ്കിൽ അതിൻ്റെ കളർ കണ്ടിട്ട് ഇവന് പെട്ടെന്ന് ഫീഡ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് പെട്ടെന്ന് ചിലപ്പം എടുക്കാൻ ചാൻസ് കാണത്തില്ലെന്നല്ല, ഇവൻ കയറി മറ്റേ സ്പോഞ്ചിൻ്റെ ഇടയിലൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. ദേ ഇപ്പം ഒന്ന് കണ്ടായിരുന്നു, ഒന്ന് പിടിക്കാൻ നോക്കി, പക്ഷേ വായിൽ കിട്ടിയില്ല. അതോ അവന്മാർ അങ്ങേ അറ്റത്ത് പോയി നിൽപ്പുണ്ട്. അപ്പോൾ വീണ്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എന്നുവെച്ചാൽ നമ്മൾ കാണിച്ചു കൊടുക്കണം അവിടെ കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇവന്മാർക്ക് കളറില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ മണം പിടിച്ച് നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. ഞാൻ പിന്നെ വലയിട്ട് അതിൻ്റെ അടുത്തോട്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വല കാണുമ്പം ഇവൻ അടുത്ത് വരുമല്ലോ. അപ്പോൾ ഈ ഗപ്പി ഏതാണ്ട് ഈ മൂലക്കിരിപ്പുണ്ട്, എനിക്കിപ്പോൾ കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ വലയൊക്കെ ഇങ്ങനെ വെച്ചിടുമ്പോൾ വീണ്ടും പിടിക്കാൻ നോക്കി, പക്ഷേ വീണ്ടും അവൻ രക്ഷപ്പെട്ടു. വീണ്ടും ഏതാണ്ട് ഇപ്പുറത്തുണ്ട്, വീണ്ടും പിടിക്കാൻ നോക്കി, രക്ഷപ്പെട്ടില്ലെന്ന് തോന്നുന്നു. വായിൽ കിട്ടി കേട്ടോ. ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഈ ഗപ്പി, കളറിൽ ഹൈബ്രിഡിലില്ലാത്ത ഗപ്പിയൊക്കെ കൊടുത്ത ഇത്രയും കഷ്ടപ്പാടാണ്. പിന്നെ തിരിച്ച് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരാൾ വേരോടെ മല്ലിയിലെല്ലാം തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ അവിടെ കിടപ്പുണ്ട്, ബാക്കിയെല്ലാം തിന്ന്. പിന്നെ ഇവനെ കണ്ടോ, ഇവന് ഞാനൊരു വമ്പൻ മീനിനെ ഇന്ന് കൊടുത്തായിരുന്നു. അപ്പം പിടിക്കാനൊക്കെ കുറേ പാടുപെടുന്ന കണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് പോയി. പിന്നെ തിരിച്ച് വന്നപ്പം അവൻ വിഴുങ്ങിയിട്ടുണ്ട്. കണ്ടോ, വയറ് കണ്ടില്ലേ, വയറിൻ്റെ ആ നടുഭാഗം കണ്ടില്ലേ, നല്ലപോലെ വീർത്തിരിപ്പുണ്ട്. ആ മീൻ അതിനകത്തുണ്ട്. ഇനി എന്തായാലും നാളത്തേക്ക് മതി ഇനി അടുത്ത മീൻ. ഇന്ന് കുശാൽ.